മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. തൃശ്ശൂരില് ഒരു പള്ളിയിൽ ഞായറാഴ്ച വൈകുന്നേരം ഒരു സംഭവം ഉണ്ടായി. അത്രയും ഞാൻ നേരിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല. അതിൽ പങ്കെടുത്ത ഒരു ക്രിസ്ത്യാനി, ആ പള്ളിയിലെ ഇടവകക്കാരനായ ഒരു ക്രിസ്ത്യാനി, വടുവഞ്ചേരിയിൽ ക്രിസ്തുമസിന് 2 ദിവസത്തെ ഹിന്ദു ധർമ്മ പഠന ക്ലാസ് എൻ്റേതുള്ളത്, അതിൽ പങ്കെടുക്കാൻ വന്ന ആളാണ്. അവിടെ വെച്ച് അദ്ദേഹം പറയുക ചെയ്തത്, സാറേ, ഇന്നൊരു പള്ളിയിൽ, പുത്തൻ പള്ളിയിൽ പോപ്പിന്റെ പ്രതിനിധിയായിട്ടൊരു ചേംബർലൈൻ വരുന്നുണ്ടായിരുന്നു. ആ ചേംബർലൈന് സ്വീകരണം നൽകാനായിട്ട് ഞങ്ങൾ ചെയ്തത്, ഞായറാഴ്ച വൈകുന്നേരം ചേംബർലൈൻ്റെ പ്രസംഗം, പ്രഭാഷണമുണ്ട്. ക്രിസ്ത്യാനികൾ എങ്ങനെ ഭാരതീയ പൈതൃകം സ്വീകരിച്ച് ഭാരതീയരിൽ ഒരുവനായി ജീവിച്ച് ഹിന്ദുക്കളെ മതം പരിവർത്തനം നടത്താൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യുക എന്നൊക്കെ. ഇവിടെ ഗാഗുൽത്ത എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ധ്യാന കേന്ദ്രമുണ്ട്. അവിടെ ധ്യാനിച്ച് ഇറങ്ങുന്ന വ്യക്തികൾ ഓട്ടോറിക്ഷ എടുത്തിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരും. അവിടെ ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും വേറെ ഓട്ടോറിക്ഷ എടുത്തിട്ട് ഗാഗുൽത്തായിലേക്ക് പോകും. അവിടെ ഇറങ്ങി 5 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ഓട്ടോറിക്ഷയിൽ ഇങ്ങോട്ട് വരും. എന്തിനറിയോ? ധാരാളം പേര് ഇങ്ങനെ ഓട്ടോറിക്ഷയിൽ അവിടെ പോകുന്നുണ്ട് എന്നറിയണം. ഒരേ വ്യക്തികളാണ് പോയിക്കൊണ്ടിരിക്കുന്നതും വന്നുകൊണ്ടിരിക്കുന്നതും. കുറച്ച് കഴിയുമ്പോൾ അവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് വരും. കാരണം ഓട്ടോറിക്ഷയ്ക്ക് നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിൽ ധാരാളം പേര് വരുമല്ലോ. അങ്ങനെ ഒരു ഗ്രൂപ്പ് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും 5-10 മിനിറ്റ് കൂടുമ്പോൾ പോയി തിരക്കുണ്ട്, ധാരാളം ആൾക്കാർ വരുന്നുണ്ട്, എന്തെങ്കിലും കാര്യമില്ലാതെ ആൾക്കാർ വരുമോ എന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി പിന്നെ ഹിന്ദുക്കളുടെ വീട്ടിൽ ചെന്ന് ഭർത്താവില്ലാത്ത സമയത്ത്, ആണുങ്ങളില്ലാത്ത സമയത്ത് പ്രാർത്ഥനയ്ക്കാന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചുകൊണ്ട് പോകുന്ന സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ട്, ഇന്നും നടക്കുന്നുണ്ട്. അതേപോലെ അല്ല ഇപ്പൊ പറയാൻ പോകുന്നത്. ചേംബർലൈന് സ്വീകരണം നൽകുന്ന സമയത്ത് തീരുമാനിച്ചു, ഞായറാഴ്ച വൈകുന്നേരം അദ്ദേഹത്തിന് തുലാഭാരം നടത്താം. പള്ളിയിൽ, പുത്തൻ പള്ളിയിൽ തുലാഭാരം നടത്തി സ്വീകരിക്കാം. എന്തിന്റെ തുലാഭാരം നടത്തണം? ഏറ്റവും മധുരമുള്ള സാധനം തന്നെ ആയിക്കൊള്ളട്ടെ, പഞ്ചസാരയുടെ തുലാഭാരം. സാധാരണ അമ്പലങ്ങളിൽ തുലാഭാരം രാവിലെയേ പതിവുള്ളൂ. 11 മണിക്ക് മുമ്പാണ് തുലാഭാരം, ഗണപതി ഹോമം തുടങ്ങിയ കാര്യങ്ങളൊക്കെ രാവിലെയേ പതിവുള്ളൂ, വൈകുന്നേരം പതിവില്ല. പക്ഷെ എല്ലാം ഓപ്പോസിറ്റ് ആയ സ്ഥിതിക്ക് ഇതും ഓപ്പോസിറ്റാണ്. സാധാരണ ഇന്ത്യനൈസേഷൻ ഓഫ് ദ ചർച്ച് അല്ലെങ്കിൽ ചർച്ച്യാനിറ്റിയെ ഇന്ത്യനൈസേഷൻ ചെയ്യാണെന്ന് വരുത്താൻ വേണം, മറിച്ച് സംഭവിക്കാം. അതായത് ക്രിസ്ത്യനൈസേഷൻ ഓഫ് ഇന്ത്യൻനെസ് ആണ് നടക്കാം. ഭാരതീയ പൈതൃകത്തെ ക്രൈസ്തവവൽക്കരിക്കലാണ്. അതുകൊണ്ട് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ ചെയ്യേണ്ടത്. അപ്പോ ചേംബർലൈനെ കൊണ്ടുവന്നു, ഭയങ്കര സ്വീകരണം, എല്ലാം താലം ഉൾപ്പെടെ ഉണ്ടായിരുന്നു, പഞ്ചവാദ്യം ഉൾപ്പെടെ തൃശ്ശൂരായ സ്ഥിതിക്ക്. പക്ഷെ കടകളൊന്നും ഇല്ലാത്തതുകൊണ്ട് റോഡിൽ നിറഞ്ഞ സ്വീകരണമൊക്കെ നൽകിയത്രേ. എന്നിട്ട് അദ്ദേഹത്തിന് തുലാസി പിടിച്ചിരുത്തി. അപ്പൊ തുലാസിൽ പിടിച്ചിരുത്തിയപ്പോഴത്തേക്കും ഒരു ഉദ്ദേശം, ഒരു 75 കിലോ പഞ്ചസാര റെഡിയാക്കി വെച്ചിരുന്നു. ഇങ്ങനെ തുലാസിലിരുന്നു. ഇരുന്നപ്പോഴാണ് ഇയാളുടെ തടി കുറച്ച് കൂടുതലാണോ എന്ന് കൂട്ടത്തിലുള്ളവർക്ക് സംശയം തോന്നിയത്. ഇപ്പോഴത്തെ 75 കിലോ പഞ്ചസാരയുടെ ചാക്കും വെച്ചു. ഒരു തരത്തിലും ഇത് ബാലൻസ്ഡ് ആവുന്നില്ല തുലാഭാരം. പിന്നെ തൊട്ടടുത്ത് വീടുകളില്ല, മുഴുവനും കടകളുള്ള സ്ഥലമാണ്. പിന്നെ ഒരു കടയില്ല, ഞായറാഴ്ച വൈകുന്നേരമാണ്. ഒരു സ്ഥലത്ത് പഞ്ചസാര കൊണ്ടുവരാനും പറ്റില്ല, അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ടുവരാനും പറ്റില്ല. ഇനി കൊണ്ടുവരികയാണെങ്കിൽ തന്നെ വളരെ ദൂരെ നിന്ന് കൊണ്ടുവരണം. കൊണ്ടുവരികയാണെങ്കിൽ തന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. എല്ലാ വീട്ടിലും എത്ര പഞ്ചസാര ഉണ്ടാവും? 1/2 കിലോ 1 കിലോ പഞ്ചസാരയാണ്. ക്വിൻ്റൽ കണക്കിനൊന്നും ആരും വെക്കില്ലല്ലോ. ഈ ഇരിപ്പ് കണ്ടപ്പോ എല്ലാവർക്കും മനസ്സിലായി, മിനിമം ഒരു 25 കിലോ പഞ്ചസാര കൂടി ഉണ്ടെങ്കിലേ മതിയാവും, കിട്ടാൻ ഒരു വഴിയില്ല. ഏതായാലും തുലാഭാരം അവസാനിപ്പിച്ചത് ആ പള്ളിയിലെ കപ്പിയാര് ഇപ്പുറത്തെ ക്ലാസ്സിൽ കയറി നിന്നിട്ടാണ്. അതായത് തന്നെത്താനെ സാധനം ഇട്ടിട്ട് കരിങ്കല്ല് വെച്ചാൽ പോലും ഇത് ബാലൻസ് ചെയ്യില്ല. അത്രയുള്ള കരിങ്കല്ല് ആ ടൗണിന്റെ നടുക്ക് കിട്ടാനില്ല. അല്ലെങ്കിൽ റോഡൊക്കെ പണിയാൻ കൊണ്ടുവന്നിരിക്കുന്ന സിമെന്റ് ഇഷ്ടികയോ മറ്റെന്തെങ്കിലും വെക്കണം. അത് വൃത്തികേടല്ലേ, അത് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ മോശമല്ലേ. അത് കാരണം ഇങ്ങേര് കയറി നിന്ന് തുലാഭാരം അതിഗംഭീരമാക്കി.
നമ്മുടെ പൈതൃകത്തെ വ്യഭിചരിക്കുന്ന രീതിയിൽ, ക്രൈസ്തവവൽക്കരിക്കുന്ന രീതിയിൽ പള്ളിയിലേക്ക് എടുത്ത് കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായത്തരത്തിനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചിന്തിക്കുക. ക്രിസ്തുവിന് മഹത്വം കുറവാണെങ്കിൽ അത് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരിക. ബൈബിളിന് മഹത്വം കുറവാണെങ്കിൽ അത് ഉപേക്ഷിച്ച് ഇവിടെയുള്ള വേദങ്ങളും ഉപനിഷത്തുകളും സ്വീകരിക്കാം. കുരിശിന് മഹത്വം കുറവാണെങ്കിൽ ഓംകാരം സ്വീകരിക്കാം. പള്ളിക്ക് മഹത്വം കുറവാണെങ്കിൽ വടക്കനാഥ ക്ഷേത്രത്തിലേക്കോ ഗുരുവായൂരിലേക്കോ ചോറ്റാനിക്കരയിലേക്കോ പോവാം. അച്ഛന്മാർക്ക് മഹത്വം കുറവാണെങ്കിൽ അവരെ വൈദികരെന്നും പുരോഹിതരെന്നും തനി വൃത്തികെട്ട യോഗ്യതയില്ലാത്ത വ്യക്തികൾക്ക്, വൃത്തികെട്ടാന്ന് ഞാൻ പറയുന്നത് തെറ്റാണ്, അത് ഞാൻ പിൻവലിക്കുന്നു, യോഗ്യതയില്ലാത്ത വ്യക്തികൾക്ക് ഈ നല്ല വേദത്തിന്റെ ചൈതന്യമുള്ള പേരുകൾ കൊടുക്കുന്നത് കുറവാണെങ്കിൽ ഞാൻ ഗുരുവായൂർ മേശാന്തിയെ കാണാം. ദിനേശ് നമ്പൂതിരിയുണ്ട്, ചൈതന്യത്തോടു കൂടി വേദം പഠിച്ച വ്യക്തികൾ അവിടെയുണ്ട്. മലപ്പുറത്ത് ധാരാളം വൈദിക പണ്ഡിതന്മാരുണ്ട്, വേദപണ്ഡിതന്മാർ, അവരുടെ അടുത്തേക്ക് പോവാം. അതല്ലാതെ അതെല്ലാം എടുത്ത് ഇവിടത്തേതാണെന്ന് വരുത്തി തീർത്ത് കുറേ ചിന്തിക്കുന്ന ക്രിസ്ത്യാനികളെങ്കിലും ഇതിന്റെ അബദ്ധം മനസ്സിലാക്കില്ലേ? എന്തിനാ ഇത് കോപ്പിയടിക്കാൻ പോകുന്നത്? ഇനി അഥവാ കുഴപ്പമുണ്ടെങ്കിൽ, നിങ്ങളുടെ ഇതിന് കുഴപ്പമുണ്ടെങ്കിൽ, കുരിശിനും യേശു ക്രിസ്തുവിനും യഹോവയ്ക്കും പള്ളിക്കും ബൈബിളിനും കുഴപ്പമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ വികൃതമാക്കാതെ എടുക്കൂ, നന്മകൾ എടുക്കൂ. പണ്ട് ബുദ്ധമതത്തിൽ കുഴപ്പങ്ങൾ വന്നപ്പോൾ ശങ്കരാചാര്യരിലൂടെ ഹിന്ദു ധർമ്മത്തിന്റെ നന്മകൾ അതേപോലെ സ്വീകരിക്കുക ചെയ്തത്, ഡിസ്റ്റോർട്ട് ചെയ്ത് സ്വീകരിക്കുക അല്ല ചെയ്തത്. ഇപ്പൊ ക്രിസ്ത്യാനികൾ ചെയ്യുന്നത് ഡിസ്റ്റോർട്ട് ചെയ്തിട്ടാണ്. കാലചക്രം തിരിയുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ തന്നെ തിരിച്ച് അച്ഛന്മാരോടും കർദിനാൾമാരോടും ബിഷപ്പുമാരോടും ചോദിക്കും, ഇത്രയെല്ലാം ബൈബിളിലും ബാക്കിയുള്ളതിലും ഉള്ളതിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എന്തിനാ പിന്നെ അതിവിടെ നിലനിർത്തുന്നത്? ഇവിടെ ഉള്ളതെടുത്ത് കുറേശ്ശെ 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 എടുക്കുന്നതിന് പകരം അതിലേക്ക് അങ്ങോട്ട് പോയാൽ പോരെ. ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ, ഭവിഷ്യപുരാണത്തിൽ യേശുക്രിസ്തു ഉള്ളത് കൊണ്ട് യേശുക്രിസ്തു ഗ്രേറ്റ് ആണ്. ഭവിഷ്യപുരാണത്തിൽ യേശുക്രിസ്തു ഉണ്ടെങ്കിൽ ഭവിഷ്യപുരാണം അങ്ങോട്ട് വായിച്ചാൽ പോരെ. ബൈബിൾ എന്തിനാ വായിക്കാൻ പോണേ? വേദത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്നുണ്ട്, പ്രജാപതി യാഗം, പ്രജാപതി യേശുക്രിസ്തുവാണ്. എന്നാ പിന്നെ വേദം അങ്ങോട്ട് സ്വീകരിച്ചാൽ പോരെ. എന്തിനാ ബൈബിളിലുള്ള യേശുക്രിസ്തുവിനെ എടുക്കാൻ പോകുന്നത്? ഇതും കൂടി ഒന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വരുമ്പോ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റാതെ നിങ്ങൾ കഷ്ടപ്പെടും. ഇപ്പൊ സംഭവിക്കുന്നുണ്ട് അത്. ഇപ്പോ 10,000-കണക്കിന് യുവാക്കള് ഇവിടെ മതപരിവർത്തനം ചെയ്യാൻ വന്ന അച്ഛന്റെ, കപ്പ്യാരുടെയും പാതിരിയുടെയും മക്കളാണെന്ന് പറഞ്ഞ് കേസിന് പോവാണ്. ആ കേസിന് കോമ്പൻസേഷൻ കൊടുക്കാനാണ് ന്യൂയോർക്കിൽ ഒരു പള്ളി തന്നെ അങ്ങോട്ട് പ്ലഡ്ജ് ചെയ്തത്, ബാങ്കിൽ ചെന്നിട്ട്. അതുപോലെയാണ് ഇപ്പോ കണ്ണൂര് നടന്നത്, കൊട്ടിയൂരൊക്കെ നടന്നത്, അതൊക്കെ തന്നെയാണ്. എത്രയാ ഈ നാടിനെ ചേരാത്ത പലതും ചെയ്തു തീർത്ത് ഈ ക്രിസ്തുവിനെ ഒരു ബിസിനസ് ചരക്കാക്കി മാറ്റി, പള്ളി ഒരു ബിസിനസ് കേന്ദ്രമാക്കി മാറ്റി, അതിനകത്തുള്ള തിന്മകൾ മറയ്ക്കാൻ ഇവിടെയുള്ള നന്മകൾ എടുത്ത് അത് ഇവിടെ ഉള്ളതാണെന്ന് അംഗീകരിക്കുക പോലും ചെയ്യാതെ അതിന് ഒരു പ്രത്യേക വികൃതമായ മുഖം കൊടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ക്രൈസ്തവ ജനത പ്രതികരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.